So, assignment 8. Which of the following is the best method of ensuring that the experimental and control arms in an experimental study are similar with regard to known and unknown confounders at the planning stage? അപ്പോൾ എക്സ്പെരിമെൻ്റൽ ആൻഡ് സ്റ്റഡിയാണിത്, എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ആംസ് അല്ലേ. സോ ദാറ്റ് ഇറ്റ് ഇസ് കോൾഡ് ആസ് റാൻഡമൈസേഷൻ. സോ റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് യു ഹാവ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് ഇൻ ടു ഈതർ എക്സ്പെരിമെൻ്റൽ ഓർ കൺട്രോൾ ഗ്രൂപ്പ്സ്. സോ ഈ കൺഫൗണ്ടേഴ്സ് എല്ലാം ഈക്വലി ക്യാൻ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ബോത്ത് ദ ഗ്രൂപ്പ്സ്. അപ്പോൾ അത് റാൻഡമൈസേഷനാണ്. മാച്ചിങ് എന്ന് പറയുന്നത് ഏതിലാണ്? കേസ് കൺട്രോൾ സ്റ്റഡിയിലാണ് ചെയ്യുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നത് എവിടെയാണ്? അത് അനാലിസിസിലാണ് ചെയ്യുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ ഫോർ കൺഫൗണ്ടേഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ ഓരോന്ന് സ്ട്രാറ്റിഫിക്കേഷൻ, അത് അനാലിസിസ് സ്റ്റേജിലാണ് ചെയ്യുന്നത്. മാച്ചിങ് അഗെയിൻ ഇറ്റ് ഈസ് ഡൺ. മാച്ചിങ് ഏതിലാണ് ചെയ്യാം? കേസ് കൺട്രോൾ സ്റ്റഡിയിലല്ലേ ചെയ്യുന്നത്. മാച്ചിങ് ഇതിലല്ല. മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, that is also done during analysis stage. Here they have written as planning stage. Planning stage ലാകുമ്പോൾ randomization. When the study findings are generalizable to the target population, the study is said to be externally valid എന്ന് പറയുന്നത്. That is, you are doing a study in RCC, so that should be generalizable to the people in Kerala. But that means it should be externally valid. Which of the following can introduce selection bias in a case control study? Differential recall about exposure by the cases, collecting data differently from the exposed and unexposed. ഇപ്പോൾ ആദ്യത്തത് ഡിഫറൻഷ്യൽ റീകോൾ അബൌട്ട് എക്സ്പോഷർ ബൈ ദ കേസസ്. ദറ്റ് ഈസ് കേസ് കൺട്രോൾ സ്റ്റഡിയിൽ കേസസിന് ദേ വിൽ റിമെമ്പർ അബൌട്ട് എനി അഡ്വേഴ്സ് എക്സ്പോഷർ ആൻഡ് ഓൾ. ഫോർ എക്സാമ്പിൾ, കൺജനറ്റൽ ഡിഫോമിറ്റി ഉള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ their mothers will remember more about any upper respiratory infections അല്ലെങ്കിൽ ജർമൽ മീസിൽസ് വന്നതൊക്കെ. ഇതൊന്ന് നോർമൽ ചൈൽഡുള്ള ഒരു മദറിനാണെങ്കിൽ അതൊക്കെ ഓർമ്മ വരണമെന്നില്ല. ദെൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഫർമേഷൻ ബയസ് ആണ്. ബി, കളക്ടിങ് ഡേറ്റ ഡിഫറെൻ്റ്ലി ബൈ ദ എക്സ്പോസ്ഡ് ആൻഡ് unexposed. That is also an information bias or ascertainment bias. That is അത് by the investigator ആണ്. ദെൻ ഇത് ചോദിച്ചിരിക്കുന്ന സെലക്ഷൻ ബയസ് ആണ്. അപ്പോൾ സി ആണ് ആൻസർ. ഇൻക്ലൂഷൻ ഓഫ് കൺട്രോൾസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് the target population. So that is the answer. Then systematic distortion of the truth by the study participants. അപ്പോൾ പാർട്ടിസിപ്പൻസ് ഒന്നും ശരിക്ക് ആൻസർ ഒന്നും പറയുന്നില്ലെങ്കിൽ that is called a systematic distortion. That is also information bias, and ഇതിന് prevarication എന്ന് പറയുന്നത്. Systematic distortion of the truth by study participants. 4. Which of the following is true about information bias in a cohort study? It is caused by high attrition rate among the exposed group. So that is a selection bias ആണ്. ലൈക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ ദേ വിൽ ബി മോർ പ്രോൺ ഫോർ ലോസ് ടു ഫോളോ അപ്പ്. സോ ദർ വിൽ ബി എ ഹയർ അട്രിഷൻ റേറ്റ്. സോ ദർ ഇസ് എ സെലക്ഷൻ ബയസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ബയസ് ആണ്. ബി, ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ സെലക്ടിങ് കൺട്രോൾസ് ഫ്രം ദ കമ്മ്യൂണിറ്റി, വിച്ച് ഇസ് നോട്ട് ട്രൂ. സി, it can be avoided by uniform outcome ascertainment. That is, investigator എല്ലാം എന്തൊക്കെയാണ് ഔട്ട്കം നോക്കേണ്ടതെന്നുള്ളത് അസസ് ചെയ്യാനൊരു ചെക്ക് ലിസ്റ്റ് പോലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദാറ്റ് ക്യാൻ ഡിക്രീസ് ദ ഇൻഫർമേഷൻ ബയസ്.
So C ആണ് correct. D, it can be minimized by reducing loss to follow-up. So D is a selection bias. C is a information bias. So C ആണ് correct answer. Which of the following is not a systematic error in a epidemiological study? So systematic error എന്ന് പറയുന്നത് selection bias, information bias, confounding. മറ്റേത് അപ്പോൾ which is not a systematic error എന്ന് പറഞ്ഞാൽ it is a random error ആണ്. Which of the following measure is related to ensuring the internal validity of a study? Internal validity of the study, what are the measures? A, using a validated study questionnaire to assess the outcome. That is true. Including an adequate number of study participants. That is also true. Complying strictly with a study protocol. That is also true. So D, all of the above is correct. Which of the following is false about conducting epidemiological studies? A, confounding may simulate an association when it does not exist. So that is true. Confounding does not increase or decrease the strength of association. So confounding, naturally it increases the strength of association. That is correct. Confounding may hide an association that occurs. So confounding can hide an association. Confounding may change the direction of exposure outcome association. അപ്പോൾ ഇതിൽ ബി ആണ് ആൻസർ. Confounding does not increase or decrease the strength of association. Confounding changes ആണ് ശരിക്കുള്ള ആൻസർ. Intentional collection of data by an investigator supporting an unexpected conclusion in an epidemiological study may result in. So that is information bias ആണ് കേട്ടോ. Intentional collection of data by investigators supporting an expected conclusion. So that is information bias. Which of the following is not a method for dealing with confounding during design stage? Confounding, no. Which is not a method of dealing with confounding during the design stage? So design stage ഏതൊക്കെയാണ് കൺഫൗണ്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ, മാച്ചിങ്, റാൻഡമൈസേഷൻ. So restriction എന്ന് പറഞ്ഞാൽ you can restrict the study population to adults മാത്രം. അഡൽട്സിൻ്റെ ഇമ്മ്യൂണോ സപ്രഷൻ മാത്രം സ്റ്റഡി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ യു ആർ റെസ്ട്രിക്റ്റിംഗ് യങ് ചിൽഡ്രനെ നിങ്ങളിതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. ദെൻ സി, മാച്ചിങ് ഓൾസോ helps in removing the confounders during the design stage. Then randomization you have an equal chance. So which is not a method of dealing with confounding during design stage. For restriction, matching, randomization can be used, but stratification it is part of analysis. For example, age or confounding factor ആണെങ്കിൽ you can take different age groups MI വരുന്നുണ്ടോയെന്നുള്ള. ഏജ് ലെസ് ദാൻ 30 ഒരു MIയുടെ ഇൻസിഡൻസ് നോക്കുക. ഏജ് മോർ ദാൻ 40 വേറെ MIൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ you compare these two. That is stratification. 10. In a cohort study to examine association between obesity and cardiovascular disease,
Gender was suspected to be a confounder. Which of the following methods will help in examining the confounding effect due to gender? So, ജെൻഡർ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്? സോ മാച്ചിങ് ഒക്കെ സെലക്ഷനിലാണ് ചെയ്യുന്നത്. സോ റെസ്ട്രിക്ഷൻ, സോ ഇതിൽ മൾട്ടിവേരിയറ്റ് റിഗ്രഷനാണ് നോക്കുന്നത്. ആൻസർ ദറ്റ് ഈസ് മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ സ്റ്റഡിയിൽ തന്നെ ഇപ്പോൾ ഒബീസിറ്റി കൂടുന്തോറും കാർഡിയോവാസ്കുലർ ഡിസീസ് എത്ര കൂടുന്നു എന്നുള്ളത്. സോ ഇത് തമ്മിലുള്ള റിലേഷൻസാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മറ്റേത് എത്ര ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. സോ ദാറ്റ് ഈസ് മൾട്ടിവേരിയറ്റ് അനാലിസിസ്, മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ. സോ in this study, I'll repeat it once again. A cohort study to examine the association between obesity and cardiovascular disease. Gender was supposedly a confounder. Which of the following methods will help in examining the confounding effect due to gender? So it is mainly multivariate regression. So that is it.